ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മാസ്റ്റർ ഇവിടെ വരികയുണ്ടായി, ഈ സദുദ്യമത്തിന്റെ ഭാഗമാകുകയുണ്ടായി. ഇതിൽ സഞ്ചരിച്ചവരെല്ലാവരും ഇതിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ളവര്, തൊഴിലാളികൾ, ജീവനക്കാർ, ഇവിടുത്തെ സ്ഥാപനത്തിന്റെ മുതലാളിമാർ. നേരത്തെ രണ്ടത്താണിയിലെ ഒരു കവി ഇവിടെ ഇരുന്ന് കവിത ആലോചിച്ച് ആ ഇതിൽ പെട്ടിയിൽ കൊണ്ടു ഛേദിച്ചു പോകുകയുണ്ടായി. രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ധാരാളം പ്രവർത്തകന്മാർ, ധാരാളം തൊഴിലാളികൾ, ധാരാളം ജീവനക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ, ബംഗാളിലെയും ആസാമിലെയും തമിഴ്നാട്ടിലെയും തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് അവർ ചായ കുടിച്ചിട്ട് ഈ പെട്ടിയിലേക്ക് പണം നിക്ഷേപിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. ഒരു അരുവി ഒഴുകിയത് താഴത്തോട്ടല്ല, അതൊരു മലയുടെ മുകളിലേക്കാണ്. ആ മലയുടെ പേര് വയനാട് എന്നാണ്. ആ വയനാട്, നമ്മൾ കേരളം എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ ഉടമയുടെ പേര് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ കുട്ടിപ്പായ എന്നാണ്. ഈ കാരുണ്യം ഒഴുകുന്ന നേരത്ത് ഈ കാരുണ്യത്തിന്റെ പ്രവാഹത്തിന്റെ ഭാഗമാകാൻ നിങ്ങളുടെ കാഴ്ചയിലൂടെയെങ്കിലും, നിങ്ങളുടെ പുഞ്ചിരിയിലൂടെയെങ്കിലും, നിങ്ങളുടെ ഒരു കൈ വീശലിലൂടെയെങ്കിലും നിങ്ങൾ ഇതിൽ പങ്കാളികളാണ്. ഇത് വയനാട്ടിലേക്ക് ഒഴുകുകയല്ല, വയനാട്ടിലേക്ക് മല കയറുകയാണ്. ഈ കാരുണ്യം മല കയറുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇത് മലപ്പുറത്തിന്റെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഈ പെട്ടിയിൽ നിക്ഷേപിച്ച പണമത്രയും ഒരു കാരുണ്യ പ്രവാഹമായി മലയുടെ മുകളിലേക്ക് കയറിപ്പോകും, ഒഴുകിപ്പോകും. മല കയറിപ്പോകും, മല ഒഴുകിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന മലയാളികളെ, നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ഇന്ത്യക്കാരെ, നമ്മുടെ ഈ കാരുണ്യത്തിന്റെ പ്രവാഹത്തിൽ നിങ്ങൾ പങ്കാളികളല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു തുണ്ട് രൂപയില്ലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ചായ കഴിച്ചിട്ട് പോകുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാഹം നിങ്ങളുടെ ഈ പെട്ടിയിലേക്ക് ഉണ്ടെങ്കിൽ നിക്ഷേപിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. മക്കളെ, ഈ കൊച്ചു ഈ കാരുണ്യത്തിന്റെ പ്രവാഹമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് കാണിച്ചുകൊണ്ട് മക്കളുടെ കയ്യിൽ പണം, അത് ഒരു വൈറലാണ്. നമ്മുടെ പുക്കിൾക്കൊടി ബന്ധം പോലെ അതിങ്ങനെ നിറഞ്ഞയുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവര്, ബസ്സിലെ ചില കണ്ടക്ടർമാര് സ്ലോ ആവുമ്പോ പണം ഇതിലേക്ക് ഇടുന്നത് നമ്മൾ കണ്ടു. നേരത്തെ ഇട്ടുപോയതാണ് തന്നെ. അപ്പൊ അതേപോലെ ഒരുപാട് ബസ് ജീവനക്കാരുടെ നാടാണ് നമ്മുടെ കേരളം. ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു യുവജൻ കുട്ടികളുടെ നാടാണ് നമ്മുടെ കേരളം. ഒരു പ്രതിസന്ധി വന്നാൽ അവരുടെ ഒക്കെകളുടെയും പിന്തുണയുടെ കാരുണ്യത്തിന്റെ പ്രവാഹത്തിന്റെ പേരാണ് വയനാട് ദുരന്തത്തിൽ തൽക്കാലത്തിലൂടെ നടന്നത്. ഇത് വിഭവങ്ങള് കഴിഞ്ഞിരിക്കാണ്. ആയിരമെങ്കിൽ വേണ്ട, നിങ്ങൾ ഒന്നും ഇടേണ്ട, പക്ഷേ നിങ്ങൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകണം. ഉണ്ടാക്കിയ സ്റ്റോക്ക് എല്ലാം തീർന്നിരിക്കുകയാണ്. ആ സ്റ്റോക്ക് തീർന്നത് കാരുണ്യത്തിന്റെ പ്രവാഹത്തിന്റെ കരുത്ത് കൊണ്ടാണ്. മലയാളിപ്പിക്കുമ്പോ ഞങ്ങളെ ഹൃദയം കൊണ്ട് നന്ദി മക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നിരവധി വീടുകൾ ഈ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വയനാട്ടിലും ആ ഉയർന്ന വീടുകളിലെല്ലാം അന്തി ഉറങ്ങുന്നവരെ വേണ്ടി പോവുകയാണ്. മണിക്കൂറുകൾ ുള്ളവരൊക്കെ ഇവിടെ വന്നുപോയി. അവരൊക്കെ ചായ കഴിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാര്, തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാര്, ഇവിടെ തൊഴിലാളികള്, ഇവിടെ യാചിച്ചിട്ട് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പോലും, അത് നമ്മുടെ കേരളം. ഈ കേരളം ഒരുമയുടെ പ്രശ്നമാണ്. നമ്മുടെ ഈ സത്യമം വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിന് സഹകരിച്ച എല്ലാവരോടും, നാട്ടിലെ എല്ലാവരോടും, സുഹൃത്തുക്കളോടും, തൊഴിലാളികളോടും എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. വളരെ എന്താ പറയാ, സമയം കൊണ്ടാണ് നമ്മുടെ ഫൈസൽ വ്ളോഗർ ചാനലും താജ് കാറ്ററിംഗും സംയുക്തമായിട്ടാണ് ഈ ടീ ചാലഞ്ച് നടത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ വയനാടായിരുന്നു. നമുക്കറിയാമല്ലോ, അവിടെ പോകുമ്പോഴാണ് അവിടുത്തെ പ്രയാസം നേരിട്ട് മനസ്സിലാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തുടർച്ച എന്നോണം ഒരു ടീ ചാലഞ്ച് നമ്മൾ ഒരുമിച്ച് നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഇത് ഇനാഗ്രേറ്റ് ചെയ്തു. ഈ 4 മണിക്കൂർ കൊണ്ട് ഒരുപാട് ആളുകളാണ് കോട്ടയം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഈ കൗണ്ടറിൽ വന്ന് ചായ കുടിച്ചത്. ചായ കുടിച്ചവരല്ലാത്തവർ ഇതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സ്വരൂപിച്ച പണം മുഴുവനായിട്ടും നമ്മൾ ജില്ലാ കളക്ടർക്ക് കൈമാറുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.